നല്ല ഗ്രീനറി, നല്ല നല്ല പിന്നെ എന്താ പറയുക, നല്ല നല്ല നമ്മുടെ സീനറി പോലെയുള്ള പച്ചപ്പ് നിറഞ്ഞ പുല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരച്ച് വെക്കുമ്പോൾ അതൊരു വേറെ തന്നെ വെറൈറ്റിയാണ്. അപ്പോൾ കുട്ടികളുടെ ഉള്ളിലെ ടാലൻ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസ് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ മെൻ്റൽ സ്ട്രെസ്സിലേക്ക് പോകരുത് എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത്. സം ഓഫ് ദ റീസൺ ഓഫ് ഇൻക്രീസ് ഓഫ് ദി സ്ട്രെസ് ലെവൽ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അല്ലേ? ഈ സ്ട്രെസ് ലെവൽ ചിലപ്പോൾ കൂടാൻ കാരണം ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്ക് തന്നെ പോകും. കാരണം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, നമ്മൾ ആരാവണം, ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം, കരിയർ എന്താവണം എന്നുള്ളതും ഒരു സ്ട്രെസ്സിന് കാരണമാണ്. ഓക്കെ, വൈ ഡു ദ പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്? വീണ്ടും ചോദിക്കുകയാണ്, വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്? എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ സ്ട്രെസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദേ വർ വെറീഡ് അബൌട്ട് ദേ വുഡ് ബി ഏബിൾ ടു ലിവ് അപ്പ് ടു ദി എക്സ്പെക്ടേഷൻ ഓഫ് ദെയർ പിയേഴ്സ്, അല്ലേ? പിയർ ഗ്രൂപ്പ് ആണ് എന്താ, നമ്മുടെ അതേ പ്രായത്തിലുള്ള ഗ്രൂപ്പ്സാണ് പിയർ ഗ്രൂപ്പ്സ്. അപ്പം സമപ്രായക്കാർ എന്നൊക്കെ പറയും, അവരെന്താവണോ അതുപോലെ ആവണം എന്നാണ് ചില പാരൻസ് കുട്ടികളോട് പറയാം. ചിലപ്പോൾ ഒരു കുട്ടിയുടെ പാരൻസ് നല്ല രണ്ടാൾ ഡോക്ടേഴ്സ് ആയിരിക്കും, ആ കുട്ടി നന്നായി പഠിക്കുന്നതായിരിക്കും, നീറ്റ് എക്സാം കിട്ടാനുള്ള കുട്ടിയായിരിക്കും. മറ്റേ കുട്ടിക്ക് ചിലപ്പോൾ ആർട്ടിനോടായിരിക്കും താല്പര്യം, ഇവർ രണ്ടാളും ഫ്രണ്ട്സ് ആവും, പിയർ ഗ്രൂപ്പ് ആവും. പക്ഷേ പാരൻസ് ഈ നല്ലോണം ആർട്ട് ചെയ്യുന്ന കലാകാരിയായ കുട്ടിയോട് പറയും, നീ അങ്ങനെ നീറ്റിൽ എൻട്രൻസിലേക്ക് പോയി MB അങ്ങനെ പോകണം, ആർട്ടിലേക്ക് ഒരു ബന്ധമില്ലാത്ത വേറെ സെക്ഷൻ എടുക്കാൻ പറയും. അപ്പോൾ ആ കുട്ടിക്ക് അവർ രണ്ടാളും തമ്മിൽ അങ്ങനെ ഒരു താരതമ്യപ്പെടുത്തലും ഇവിടെ ഉണ്ടാവാം. പിയർ ഗ്രൂപ്പിന് എന്ത് ചെയ്യും, അവർ റിലേറ്റ് ചെയ്തിട്ട് പറയും. പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഒപ്റ്റിമൽ ആങ്സൈറ്റി മോട്ടിവേറ്റ്സ് ആൻഡ് കീപ്സ് ദം അഹെഡ് വിത്ത് ഓവർ ആങ്സൈറ്റി ഈസ് ഡിസേബിളിംഗ്. എല്ലാവർക്കും എന്താണ്, പാരൻസ് ആൻഡ് ടീച്ചർ ഓവർ ആങ്സൈറ്റി, ഭയങ്കര ആകാംക്ഷ, ഒരു വെപ്രാള സംഭവങ്ങൾ എന്താവും എന്നൊരു പേടിയാണ്, ഒരു ആങ്സൈറ്റി. ഈ ഒരു ആങ്സൈറ്റിയാണ് എല്ലാം കൊണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്നത്. ആങ്സൈറ്റി ഈസ് contagious and passes into other students, teachers and parents and adolescents. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പിന്നെ ആരെ ഫോക്കസ് ചെയ്തിട്ടാണ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് അഡോളസെൻസ്. ആരൊക്കെയാണ്? സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. ആരെയാണ് പ്രത്യേകിച്ച് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. When stressed out, then the perceives everything in emergency. Some of the reason for this increase of stress level and identity crisis to need to make career oriented decision. ഇതിനൊറ്റ സൊല്യൂഷൻ ഉള്ളൂ. എന്ത് സൊല്യൂഷനാ? ടു കരിയർ ഓറിയന്റഡ് ഡിസിഷൻസ്. നമ്മളൊരു കരിയർ തിരഞ്ഞെടുക്കുക, ഓറിയന്റഡ് ഡിസിഷൻ, കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനം. നമ്മളെ പ്രൊഫഷണലി നമ്മൾ എന്താവണം, നമ്മുടെ കരിയർ എന്താവണം എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി വേണം. ഒന്നുകിൽ അതെന്ത് വേണം, അവനവന് സ്വന്തം വേണം, അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹത്തോടനുബന്ധിച്ചുള്ള തീരുമാനങ്ങളാവാം ഒരുപക്ഷെ പാരൻസ് എടുക്കുന്നതെങ്കിൽ അത് നല്ലൊരു കരിയർ ഡിസിഷൻ ആയിരിക്കാം എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നല്ല ക്രിയേറ്റിവിറ്റി, നന്നായി ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ കഴിവുള്ളൊരു കുട്ടി ഈ ഒരു എന്താ പറയുക, ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങനെ കീറി മുറിക്കുന്ന അങ്ങോട്ട് അത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ കുട്ടി ഒരു പക്ഷെ നല്ലൊരു എന്താ പറയുക, ഒന്നുകിൽ എഴുത്തുകാരി സാഹിത്യത്തിലേക്കോ അല്ലെങ്കിൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നതിലേക്കോ അങ്ങനെയൊക്കെ പോകാനുള്ള കുട്ടി ഒരു ഡോക്ടറാകുമ്പോൾ തിരക്ക് പിടിച്ച ലൈഫും രോഗികളുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യാനും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ അത് രണ്ടും വ്യത്യാസമാണ്. ആർട്ടും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, സയൻറ്റിഫിക് പീരീഡ് സെക്ഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലേക്ക് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ആറ്റിറ്റ്യൂഡ് ടു പിയർ പ്രഷർ, അത് ടീച്ചേഴ്സും പാരൻസ് പറയും ടീച്ചേഴ്സിനോട്, മോൾ ആ വിഷയത്തിൽ ഭയങ്കര ഇതാണ്, കെമിസ്ട്രി ഫിസിക്സ് ഒന്നും അറിയത്തില്ല, അത് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കണമെന്ന് ആര് പറയും? പാരൻസ് ടീച്ചേഴ്സിനോട് പറയും. ടീച്ചേഴ്സ് സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കും. ടീച്ചേഴ്സിന് എന്താണ് ജോലി, റിലേറ്റഡ് ടു ജോലിയാണ്, നന്നായിട്ട് എന്ത് ചെയ്യണം, അവർക്ക് നല്ല ശതമാനം കൂട്ടണം. കുട്ടികളുടെ മെൻറ്റാലിറ്റി ഒരുപക്ഷെ പാരൻസും അറിയാതെ പോകും, ഒരുപക്ഷെ ടീച്ചേഴ്സും അറിയാതെ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്ന അഡോളസൻസ് എന്ത് അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്? ഒരു മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്നു എന്നും പറയുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം. ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗുഡ് ബ്രെയിൻ, അല്ലേ? ഗുഡ് മെമ്മറി, നമ്മുടെ ഓർമ്മശക്തിയാണ് നമ്മുടെ നന്നായി തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഇമ്പോർട്ടൻ്റ് ഘടകം എന്താണ്? ഓർമ്മശക്തി. അപ്പോൾ വിച്ച് ആർ ദ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് ഫേസ് നമ്മൾ പറഞ്ഞു, അല്ലേ? മെൻ്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞു. വിച്ച് ആർ ദ മെയിൻ ഫുഡ് ഐറ്റം സിസ്റ്റം? ഫുഡ് അതിൻ്റെ ആൻസർ ദ മിൽക്ക്,
ചീസ്, വെയിൻ നട്ട്സ് ഒക്കെ ആണ് അല്ലേ, വിച്ച് ആർ ദ മെയിൻ ഫുഡ്. അപ്പോൾ ഈ മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാനും അത്യാവശ്യം കാൽസ്യത്തോടനുബന്ധിച്ചുള്ള ഫുഡ് ഐറ്റംസ് ശരീരത്തിൽ എത്തിയ എന്തായി മാറാമെന്ന് പറയുന്നത് സ്ട്രെസ് ഒക്കെ ഒഴിവായി കുറച്ചും കൂടി ഇതാവുമെന്നാണ് ഇതിൽ പറയുന്നത്. അതിന് എക്സാമ്പിൾ, ദ ബ്രെയിൻ നീഡ്സ് ടു ഗുഡ് സപ്ലൈ ടു ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽസ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ. ഇതൊക്കെ ഈ സത്ത്, ഇരുമ്പ് സത്തൊക്കെ അല്ലേ, ഇതൊക്കെ അയൺ ഗുളിക. നമ്മൾ ഇപ്പോൾ ഇതിൽ പറയുന്നത് മീൻസ് വരെ അംഗൻവാടി ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ അംഗൻവാടി ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ ഈ കുട്ടികളെ മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കുക. അത് മിസ് ആ ഒരു ഫീൽഡിൽ അറിയാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആശാ വർക്കറോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇടപഴകുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ മിസ്സിന് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും, ഈ ഒരു അഡോളസൻസ് പീരീഡിൽ കുട്ടികൾ അനുഭവിക്കുന്ന മെൻ്റൽ സ്ട്രെസ്സിന് അതാത് ഏരിയകളിലുള്ള അംഗൻവാടി അല്ലെങ്കിൽ ആശാ വർക്കർമാർ ഈ ഒരു അഡോളസൻസ് പീരീഡിലെ കുട്ടികളെ എന്ത് ചെയ്യുന്നു, ഒരു കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തും ഈ അംഗൻവാടിയിലെ കുഞ്ഞു മക്കൾസായിട്ട് അവരെ യോജിപ്പിച്ചും സമൂഹത്തിൽ നടക്കുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആക്കിപ്പിച്ചൊക്കെ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള കുറേ കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ കേരള സംസ്ഥാനത്തിലെ നമ്മുടെ ജില്ലയിലെ വാർഡിലെ, അത് മിസ് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്, മീൻസ് സംസ്ഥാനം, നെക്സ്റ്റ് ജില്ല, ദെൻ വാർഡ്. ആ വാർഡിൽ ഓരോ അംഗൻവാടി എന്ന് തന്നെ പറയുന്നത് കേട്ടോ, മലയാളത്തിൽ അങ്ങനെ അംഗൻവാടീസിലെ ടീച്ചേഴ്സും ആ വാർഡിലുള്ള ആശാ വർക്കേഴ്സൊക്കെ അഡോളസൻസിനെ ഒരുമിപ്പിച്ച്, കാരണം കൗമാരപ്രായത്തിൽ സൈക്കോളജിക്കലി അവർക്ക് മെൻ്റൽ സ്ട്രെസ് ആ ഒരു ഏജിൽ മാറി വരും. അവരെ ഏജ് ഗ്രോണപ്പ്, പിന്നെ അവർ പ്രായപൂർത്തിയായി അങ്ങോട്ട് വരുമ്പോൾ ഒരു അഡോളസൻസിലേക്ക്, ആ സമയത്താണ് കുറേ ഫിസിക്കലി അവർ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ മെൻ്റൽ സ്ട്രെസ്സിന് വേറൊരു കാരണമാവും. അതിൻ്റെ അടുത്ത് പഠിത്തം, ടീച്ചേഴ്സിൻ്റെ അഡ്വൈസ്, പാരൻസിൻ്റെ എന്താ പറയുക അഡ്വൈസ്, അങ്ങനെ പഠിച്ചു അങ്ങനെ പറയാം. മൊത്തത്തിൽ ആ കുട്ടികൾ അഡോളസൻസ് ഫീൽഡിൽ അനുഭവിക്കുന്ന ആ ഒരു മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ ചില വാർഡുകൾ, അംഗൻവാടി ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇതും ഒരു ഇമ്പോർട്ടൻസ് ഘടകം തന്നെയാണ്. അതുകൂടാതെ ഇവർക്ക് എന്തുണ്ട്, ഫുഡ് ഐറ്റംസും ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? അല്ലാതെ ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽസ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ ഇതെല്ലാം അവർക്ക് ശരീരത്തിൽ വേണം. സോ മേക്ക് ഷുവർ ദാറ്റ് യു സിൽ ടു വെൽ പ്ലേസ് ഇൻ ദ സ്റ്റഡി. യു ഡയറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ മിൽക്ക്, ചീസ്, വീറ്റ്, ജേം, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആൻഡ് റാഗി ആൻഡ് ഡേറ്റ്സ് അല്ലേ. കാരക്കൊക്കെ എന്താണ്, നല്ല ബ്ലഡ് ഉണ്ടാവാൻ കാരക്ക നല്ലതാണ്. ഡേറ്റ്സും ദെൻ റാഗി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതും കഴിക്കാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് വെജിറ്റബിൾസ് നന്നായി കഴിക്കുക. ദെൻ ഗ്രീൻ ലീഫ്ലി വെജിറ്റബിൾസ്. ഇപ്പോഴത്തെ ബർഗറും ഇതൊക്കെ കാണുമ്പോൾ അതിൽ വെജിറ്റബിൾസ് മീൻസ് ക്യാബേജ് കേട്ടിട്ടില്ലേ, ക്യാബേജിൻ്റെ ഇല അങ്ങനെ കമത്തി വെച്ചിട്ട് ഫുള്ള് ലീവ്സ് ആണ്. ബർഗറൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചില ആൾക്കാർ, വെജിറ്റബിൾ ബർഗറിലൊക്കെ കാണുന്നത് ലീഫാണ് ഉണ്ടാവുക. ക്യാബേജിൻ്റെ ലീഫ്, ക്യാരറ്റിൻ്റെ എന്തൊക്കെയോ ലീഫുകൾ, പിന്നെ കോളിഫ്ലവറിൻ്റെ ലീഫൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്തിനാണ്? ഗ്രീൻ ലീഫ്ലി വെജിറ്റബിൾസ് കഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്? മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാനും അത്യാവശ്യം ഹെൽത്ത് ഗുഡ് ആവാൻ. പിന്നെ വീറ്റ് ജേം കഴിക്കാൻ പറയുന്നുണ്ട്, പിന്നെ ചീസ് കഴിക്കാൻ പറയുന്നുണ്ട്, വാൾനട്ട് കഴിക്കാൻ പറയുന്നുണ്ട്, ഇൻക്ലൂഡഡ് മിൽക്ക്, എന്നും ഒരു ഗ്ലാസ് പാൽ കുടിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, നന്നായിട്ട് മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നെക്സ്റ്റ് ഹൗ ബെസ്റ്റ് ദ സ്റ്റുഡൻസ് ഗോയിങ് ടു അൾട്ടിമേറ്റ് ദിസ്. അപ്പോൾ ഇതാണെന്നുള്ള ഇതിൻ്റെ ആൻസർ അല്ല, ഇപ്പം ഇതിൻ്റെ ആൻസറാണ് ഇപ്പോൾ മിസ് പറഞ്ഞത്, ടു ഡയറ്റ് ഫോളോ ചെയ്യാന്നാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. ഫാറ്റി മീൽസ് ആൻഡ് ഷുഗർ ആൻഡ് ആസിഡ് ടേക്ക് അവേ കാൽസ്യം ഫ്രം ദി സിസ്റ്റം. അപ്പോൾ എന്ത് ചെയ്യുക, ഷുഗറും ഒക്കെ എന്താണ്, ഷുഗർ കൂടുതലുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ ഷുഗർ കണ്ടൻറ്റ് കൂടിയാൽ നമുക്ക് ഷുഗർ കൂടും, അത് വേറെ പ്രശ്നങ്ങൾ കാരണമാവും. അപ്പോൾ ഫാറ്റി മീൽസും അത് തടി കൂടുന്നതും മറ്റേ എന്താ പറയുക ഈ കൊളസ്ട്രോൾ കൂടുന്ന തരത്തിലുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇംപ്രൂവ് ടു മെമ്മറി കൂടാൻ എന്തും കൂടി ആവശ്യമാണ് ഗുഡ് കോൺസെൻട്രേഷൻ, നല്ലൊരു കോൺസെൻട്രേഷനും. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ടൈം ടേബിൾ ആണ് മിസ് പറയുന്നത്. ഫസ്റ്റ് ടൈം ടേബിൾ എന്താ പറയുന്നത്, കോൺസെൻട്രേഷൻ, ടു ഇംപ്രൂവ് അവർ കോൺസെൻട്രേഷൻ. Good concentration to improve the memory and learning to memorizing, understanding the recalling, that's helpful. അത് മനസ്സിലായല്ലോ, കോൺസെൻട്രേഷൻ നമ്മളെ ഹെൽപ്ഫുൾ ആക്കും. എന്തിനും നമുക്ക് കൂടുതൽ ഓർത്തെടുക്കാനും കാര്യങ്ങൾ മുന്നോട്ട് പെട്ടെന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കോൺസെൻട്രേഷൻ നല്ലതാണ്. ആൻഡ് ഓർഗനൈസിങ് ആൻഡ് ഫ്രെയിമിംഗ് ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് ഇൻ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മാസ്റ്ററി ഓഫ് നോട്ട് ജസ്റ്റ് ഓഫ് കണ്ടന്റ് ഓഫ് സബ്ജക്ട് ബട്ട് പ്രോസസ് ആൻസറിങ് ദ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എല്ലാം ഒന്നൊന്നിനോട് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസൈറ്റി ആൻഡ് ഫിയർ ചാമ്പർ റീകോൾഡ് ഓർ റിസൾട്ട് ഓഫ് ദിസ് മെൻ്റൽ സ്ട്രെസ്. ഓക്കെ, എന്താണ് ആൻസൈറ്റി? നേരത്തെ മിസ് പറഞ്ഞല്ലോ, എന്ത് ആകാംക്ഷ,
എന്താവും ബാക്കി എക്സാമൊക്കെ വരുമ്പോൾ ഈശ്വര മാർക്ക് കിട്ടുമോ തെറ്റിപ്പോവോ ആൻസർ തെറ്റുമോ എന്നൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെ ആ പേടി ഒഴിവാക്കണം. ആങ്ഷൈറ്റി, കൂടുതൽ ഓവർ ആങ്ഷൈറ്റി വരുന്നത് നമ്മളെ ഹെൽത്ത് പ്രോബ്ലം, മെൻ്റൽ സ്ട്രെസ് കൂട്ടാനാണ് ഉപകരിക്കുക. അതുകൊണ്ട് മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ ആദ്യം ഒഴിവാക്കണം? മുന്നോട്ടുള്ള ഫ്യൂച്ചർ ആങ്സൈറ്റി ഒഴിവാക്കണം. ആൻഡ് ഫിയർ ചാമ്പ് ടു റീകാൾ ദ റിസൾട്ട് ഓഫ് മെൻ്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. പ്രത്യേകിച്ച് ഏത് സമയത്താണ് ആങ്സൈറ്റി കൂടുന്നത്? ഈ ഒരു അഡോളസൻസ് പീരീഡിൽ, എക്സാമിനേഷൻ, അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ. അത് ചിലപ്പോൾ വൺ വേർഡിന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഏത് സമയത്താണ് കുട്ടികൾക്ക് അഡോളസൻസിൽ ഈ ഒരു ആങ്സൈറ്റി ഗ്രോത്തായി വരുന്നത് പൊതുവേ കാണുന്നത്? at the time of examination. And watching of television a long time to lower academic performance. അല്ലേ, നമുക്ക് എന്താണ് ലോവർ അക്കാദമിക് പെർഫോമൻസ് ആണ്. അക്കാദമിക് പെർഫോമൻസ് കുറയുന്ന, എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അക്കാദമിക്കലി ചില കുട്ടികൾ എന്താവും, പഠനത്തിൽ താഴേക്ക് പോകുമെന്നാണ് പൊതുവെ ഒരു ധാരണ. പിന്നെ ഇറ്റ് സീൽസ് ഇൻ അവേ ടു റീഡിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. നമുക്ക് സെൽഫായിട്ടൊരു ഡിസിപ്ലിനും എക്സ്പ്ലെയിൻ ദ ടൈം ടേബിൾ, അതിലേക്ക് വരുന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ. അതോടനുബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട മിൽക്സ്, ചീസ്, വെയിൻ, ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തിൽ ഉൾപ്പെടുന്നു? ടൈം ടേബിൾ ഉൾപ്പെടുന്നു അല്ലേ ഒരു കുട്ടി. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് മൊത്തത്തിൽ എന്താണ് ഒരു സ്റ്റുഡൻസിന് ഫേസ് ചെയ്യുന്ന മെൻ്റൽ സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മെൻ്റൽ സ്ട്രെസ് ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് പഠിക്കുക, നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. അത്യാവശ്യം അല്ലറ ചില്ലറ പുറത്ത് കാര്യങ്ങളൊക്കെ മുഴുക, അല്ലാതെ പഠിത്തം മാത്രം അങ്ങനെ ആകുമ്പോൾ അത് മെൻ്റൽ സ്ട്രെസ് കൂട്ടാനേ കാരണമാവും. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല രീതിയിൽ ഇതേ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ നല്ല റിലാക്സ് ചെയ്ത് നിങ്ങൾ പഠിക്കും. ഓക്കെ.